ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതുപുത്തൻ 3XO ആണോ. അതായത് നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും ന്യൂവസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള വണ്ടിയാണ്. അതും ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന് നല്ല അടിപൊളി ലുക്കിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കേണ്ടത് ഇത് MS3 Pro എന്ന് പറഞ്ഞ വേരിയന്റ് ആണോ. ഏകദേശം ഒരു മിഡ് റേഞ്ച് വാഹന ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ വണ്ടിയുടെ ഫ്രണ്ട് വശം നോക്കുമ്പോഴല്ലേ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ലുക്കാണ്. എന്താ പറയാ, ഒരു ഇലക്ട്രിക് കാറിനോട് സമാനമായിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഉണ്ട് വരുന്നത്. അതായത് ഫ്രണ്ട് വശമൊക്കെ എന്താ പറയാ, മറ്റേ ഗ്രില്ലൊക്കെ കൊടുത്ത് അലമ്പാക്കിയിട്ട് നല്ലൊരു വലിയ എയർ ഡാമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോഴായാലും മറ്റുള്ള വണ്ടീനെ വെച്ച് ഇച്ചിരി ഹെവി ലുക്കാണ്. ഓടി തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഹെഡ്ലൈറ്റിന്റെ പോർഷനിലേക്ക് പോകുമ്പോഴായാലും പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ DRL ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയാണ് ഫോഗിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുമടുത്ത ഒരു ഡിസൈനിൽ ഇത് മാറ്റം വരുത്തിയിട്ട് ഏറ്റവും ആകർഷണമായിട്ടുള്ള രീതിയിൽ നല്ലൊരു അടിപൊളി ഡിസൈനോട് ഇട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. ഷാർപ്പായിട്ടുള്ള ബോഡി ലൈൻസും കാര്യങ്ങളും കാണാം. അതൊക്കെ വണ്ടിക്ക് എന്താ പറയുക, ഒരു അഗ്രസീവ്നെസ് കൂടി നിർത്തുന്ന ഒരു ഫീലിലാണ്ടുള്ളത്. സൈഡ് വ്യൂ നോക്കാം. വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും നമ്മുടെ 300 സമാനമായിട്ടുള്ള അതേ സൈഡ് വ്യൂ ആണ്. അതിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. 16 ഇഞ്ച് വീൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് അലോയ്സ് അല്ല, ഇത് വീൽ കപ്പോർട്ട് ഇട്ടുള്ള സ്റ്റൈൽഡ് വീൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നില്ല. അവിടെ മഹീന്ദ്രയുടെ എംബ്ലം കാണാം. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അവിടെ ഇതിലൊരു കട്ടിങ് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു മങ്ങന ഒരു ഫീൽ പോയിട്ട്, അതായത് നമ്മുടെ ആ ഡസ്റ്ററിലൊക്കെ വന്നിട്ടുള്ള പോലെ ആ ഒരു റൗണ്ട് ഫിനിഷിന് ചെറുതായിട്ട് ഡിഫറൻസ് വരുത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ സൈഡ് നോക്കുമ്പോഴെല്ലാം അത്യാവശ്യം വണ്ടി നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. കയറിറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. അല്ല, ഇവിടെ മിറേഴ്സിനൊക്കെ ആയാലും ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോകാട്ടോ. ഇന്റീരിയറാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് പറയാനുള്ളത്. ഒരുപാടധികം ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ബേസ് വേരിയന്റ് തൊട്ട് തന്നെ 6 എയർ ബാഗുകൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇന്റീരിയർ കാണിച്ചു തരാം കേട്ടോ. കയറി ഇറങ്ങാനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് കയറി ഇറങ്ങാം കേട്ടോ. അപ്പോൾ സേഫ്റ്റി സൈഡ് ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. 3XOയിൽ എന്താ പറയുക, ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കീയിലും റിമോട്ടുള്ള കീ ആണ് വരുന്നത്. പിന്നെ 26 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ആപ്പിൾ കണക്ടിവിറ്റി ഉള്ള സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ വളരെ നല്ല നീറ്റായിട്ട് തന്നെ മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കാണാനായാലും പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് ആയാലും ഇത് മാനുവൽ ഗിയർ ഷിഫ്റ്റ് വാഹനമാണോ. അപ്പോൾ ഡാഷ്ബോർഡ് നോക്കുമ്പോഴാലും ബ്ലാക്കും വൈറ്റും കോംബോ എന്നിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. ഒരു പ്രീമിയം ടച്ചുള്ള ഇന്റീരിയറാണോ. സീറ്റൊക്കെ നോക്കുമ്പോഴായാലും ഒരു ഗ്രേ ടച്ചുള്ള സീറ്റ് കവറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗിന്റെ ഒക്കെ നോക്കുമ്പോഴായാലും അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൺറൂഫ് വന്നിട്ടുള്ള വാഹനമാണോ. MS3 പോലാണ് സൺറൂഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീരാത്തത്ര ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഇന്റീരിയർ നോക്കുമ്പോഴായാലും ഒരു പുതുമേന കേട്ടോ. ഒരു എന്താ പറയാ, ഇത് ചെറിയൊരു വാഹനത്തിൽ ഇത്രയധികം ഫീച്ചേഴ്സ് എന്നുള്ള കൺഫ്യൂഷനോട് നമുക്ക് അത്രയധികം ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പുതിയ വണ്ടിയുടെ റിവ്യൂ എടുക്കുക, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് പറഞ്ഞറിയിക്കാനുള്ള ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അതിന് മഹീന്ദ്രയുടെ തന്നെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെതേ ഇവിടെ നോക്കുമ്പോഴായാലും ആ ഒരു ഓണായി തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു റെഡ് ടച്ചിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, AC വെന്റ് കാര്യങ്ങളൊക്കെ ആയാലും ആ സ്റ്റീരിയോയുടെ അണ്ടറിലായിട്ടുണ്ടോ നടുക്കത്തെ AC വെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള വൃത്തികേടുകളും ഇല്ല കേട്ടോ. നല്ല നീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇന്റീരിയറാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാട്ടോ. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാനുള്ള സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളും വരുന്നുണ്ട്. കയറി ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പൊ ഈ ഷോറൂമിന്റെ ഉള്ളിലിട്ട് എടുത്തുകൊണ്ടാണ് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് വന്ന ആ ഒരു തൂണ് നിൽക്കുന്നതുകൊണ്ടാണ് ഒരുപാട് തുറക്കാണ്ടിരുന്നത്. ഇവിടെ എല്ലാം ബാക്ക് AC വെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചാർജിങ് സ്പോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വാഹനത്തിന് വയർലെസ് ചാർജിങ് ഉണ്ട്. അത് ആദ്യം പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ബാക്കിലായാലും ഇരിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ. അതുപോലെ ഈ സീറ്റിന്റെ ആ ഒരു കളറും ആ ഒരു പാറ്റേൺ ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേക സുഖമാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കാനായാലും. അതുപോലെ ഇവിടെ ഹോൾഡേഴ്സിന്റെ അവിടെ ആയാലും ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും അധികം ആകർഷണമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുള്ള ഇൻഫിനിറ്റി ടെയിൽ ലാമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. രാത്രി വണ്ടി ഓടിപ്പോണാണ് പ്രത്യേക ഭംഗിയായിരിക്കും. ഈ ടെയിൽ ലാമ്പൊക്കെ വെച്ചിട്ട് ഓടിപ്പോണ ഒരു വലിയൊരു വാഹനം പോണ ഫീൽ ആയിരിക്കും. HUV 3XO എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാൻ മഹീന്ദ്രയുടെ എംപ്ലോയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഒരു ചെറിയൊരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ.
60-40 റേഞ്ചിൽ നമുക്ക് സീറ്റും ഫോൾഡ് ചെയ്തിടാം. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുഴിയിലായതുകൊണ്ട് സാധനങ്ങൾ എടുത്തു വെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതെന്നാലും വലിയ രീതിയിൽ കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് 60-40 ഫോൾഡ് ചെയ്തിടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് കൊണ്ടുനടക്കാം. പിന്നെ ഇവിടേക്ക് ഒരു ഹുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കിറ്റിൽ മീൻ മേടിച്ചാൽ പോലും തൂക്കിയിടാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്തിനാന്നുള്ളത്. സാധനങ്ങൾ തൂക്കിടാൻ തന്നെ. അപ്പോൾ അതെ ഇവിടെ അടയ്ക്കാനായാലും ഇവിടെ ഒരു ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുവഴി സിമ്പിൾ ആയിട്ട് അടയ്ക്കാം കേട്ടോ. ഈ ടൈലൊക്കെ ഓപ്പൺ ചെയ്ത് ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ഡോർ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താ. മഹേന്ദ്രയുടെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഒരുപാട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വണ്ടിയുടെ മറ്റു സൈഡ് നോക്കാം. ഇവിടെ നോക്കുമ്പോഴായാലും സൈഡ് വ്യൂവിൽ എന്താ പറയാ മനോഹരമായിട്ടുള്ള ആ ഒരു ബോഡി ലൈൻസ് ഒക്കെ എടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വണ്ടി കാണാനായാലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇച്ചിരി ഹെവി ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കോമ്പാക്ട് എക്സ്യൂവിന് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റേഞ്ച് എന്താ പറയുക വണ്ടിക്ക് വലിപ്പം ഫീൽ ചെയ്യുന്ന ഒരു ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് വയലാട്ട് മഹേന്ദ്രയുടെ പെരുമ്പാവൂർ ഷോറൂമിലാണ്. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ 2 എക്സിക്യൂട്ടീവ്സ് നമ്പേഴ്സ് കൊടുത്തേക്കാം. അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് റേറ്റും ഡീറ്റെയിൽസും പറയും. ഇതിന്റെ ഏകദേശം ഒരു 12 ലക്ഷം രൂപ ഉണ്ട് ഈ ഒരു MS3 Pro എന്ന് പറഞ്ഞ വേരിയന്റിന് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും. ഫിനാൻസ് ഒക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം സ്റ്റോക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടി എളുപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.